ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗദയജ്ഞത്തിന്റെ 261 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീ ലക്ഷ്മൺ മാസ്റ്റർ കണ്ണൂരാണ്. നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശിവപ്രസാദ് കാസർഗോഡ്. നമുക്ക് വേണ്ടി അനുഭവം പങ്കുവയ്ക്കുന്നതും വായിക്കുന്നതും ശ്രീമാൻ വിജയസായി കണ്ണൂരാണ്. മാഷെ തുടങ്ങിക്കോളൂ. സായിരാം. സായിരാം. ഓ ഓ ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ഇന്നത്തെ അന്തർശൗചയത്തിൽ നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും വായിക്കാനുമായി വന്നത് നമുക്ക് ഏവർക്കും, എനിക്ക് പ്രത്യേകിച്ച് എത്രയോ വർഷങ്ങളായി പരിചയമുള്ള ബാലവികാസ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ പരിചയമുള്ള വിജയസായിയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യം തന്നെ വിജയസായി എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഈ കോളിൽ ഉള്ളവർക്കെല്ലാം അറിയണമല്ലോ. പിന്നെ നിങ്ങളുടെ പാരായണം ഒരു 10 മിനിറ്റ് മാക്സിമം, പിന്നെ അനുഭവങ്ങൾ പങ്കുവെക്കുക. അപ്പോൾ നിങ്ങളെ പാരായണം ചെയ്യാൻ വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സായിരാം. ഓം ശ്രീ സായിരാം. എൻ്റെ പേര് വിജയ് സായി എന്നാണ്. ഞാൻ കണ്ണൂർ സ്വദേശാണ്. കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ സമിതിയായിട്ടാണ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഭജനക്ക് പോകുന്നത്. മറ്റുള്ള കാര്യങ്ങൾ, എന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ 2ാമത്തെ സെഷനിൽ അനുഭവങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാം. ഞാൻ തുടങ്ങിക്കോട്ടെ മാഷെ. അവതാരവാണിയാണ് വായിക്കുന്നത്. അമൃതധാര, ആദ്യത്തെ ചുവടുവയ്പ്. മനുഷ്യൻ സ്മരിക്കാൻ കരുത്തും വിസ്മരിക്കാൻ കഴിവും ഉള്ളവൻ. രണ്ടും നല്ല ഗുണങ്ങൾ തന്നെ. മറക്കാനുള്ള കഴിവ് മറ്റുള്ളവയേക്കാൾ പ്രാധാന്യമർഹിക്കുന്നു. എന്തെന്നാൽ അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞുപോയ സഹസ്രകോടി ജന്മങ്ങളിൽ ഉണ്ടായിരുന്ന എത്രയോ കോടിക്കണക്കിനുള്ള മാതാപിതാക്കളും ബന്ധുജനങ്ങളും മൃതിയടഞ്ഞതോർത്ത് മനുഷ്യൻ ദുഃഖിതനായി കഴിയേണ്ടി വരുമായിരുന്നു. മാത്രമോ താൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അധിക്ഷേപ വചസ്സുകളും യാതനകളും വീണ്ടും വീണ്ടും ഓർത്ത് വ്യാകുലപ്പെടുമായിരുന്നു. ഭാഗ്യമെന്നേ പറയേണ്ടു. മനുഷ്യൻ അതെല്ലാം മറക്കുന്നു. സുപ്രധാനങ്ങളെന്ന് കരുതുന്ന ചില്ലറ കാര്യങ്ങൾ മാത്രം ഓർമ്മിക്കുന്നു. അതായത് തന്റെ വിവാഹ ദിനം, വേണ്ടപ്പെട്ട പേരുവിവരം ഇത്യാദികൾ. എന്നാൽ ഇതിനെല്ലാം ഉപരി മനുഷ്യന് പിടഞ്ഞ അബദ്ധം തന്റെ ഇഹലോക ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും വളരെ ഗൗരവതരവുമുള്ളതുമായ കാര്യം മറന്നു എന്നുള്ളതാണ്. തന്റെ യഥാർത്ഥമായ പേരും താൻ ആരാണെന്ന കാര്യവും അവയാണല്ലോ. ആനന്ദവും മുക്തിയും നേടിയെടുക്കാൻ അത്യാവശ്യമായ കാര്യങ്ങൾ. താൻ ആരാണെന്നും എന്തിനായി ജനിച്ചുവെന്നും ഒരിക്കലും മറക്കാൻ പാടുള്ളതല്ല. ശ്രീ ശങ്കരാചാര്യൻ പറഞ്ഞ പോലെ, നീ ആരാണ്, ഞാൻ ആരാണ്, ഞാൻ എവിടേക്ക് പോകുന്നു, ഞാൻ എവിടെ നിന്നും വന്നു, ഇക്കണക്കാണുന്നതിന്റെ എല്ലാ ഉദ്ദേശവും സ്വഭാവവും എന്തൊക്കെയാണ്, ഇതിനെല്ലാം ആധാരമായി എന്തെങ്കിലും ഒന്നുണ്ടോ, എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ, ഇതിനെല്ലാം ആരാണ് നയിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ മനുഷ്യ മനസ്സിൽ നിന്ന് മാറ്റിക്കളയാൻ സാധിക്കുന്നതല്ല. അവ വീണ്ടും വീണ്ടും വന്ന് അവനെ അലട്ടുന്നു. വിശേഷിച്ചും പ്രകൃതിയിൽ അപൂർവമായ ഭംഗിയോ ഗംഭീരതയോ കലർന്ന ഏതെങ്കിലും ഒന്നുമായി അഭിമുഖമാകുന്ന നിമിഷങ്ങളിൽ, അല്ലെങ്കിൽ
തന്റെ ജീവിതത്തെ പിടിച്ചുലക്കുന്ന മനസ്സിനെ വാട്ടുന്ന ഏതെങ്കിലും ഭയങ്കരമായ അനുഭവത്തെ നേരിടേണ്ടി വരുന്ന സമയത്തോ ഇത്തരം ചോദ്യങ്ങൾ മനുഷ്യ മനസ്സിൽ താനെ പൊങ്ങി വരുന്നു. ആത്മപ്രചോദിതമായ ഇത്തരം പ്രശ്നങ്ങൾ ബുദ്ധിപൂർവ്വം നേരിടാതെ അതിനെ മനസ്സിൽ നിന്നും തുടച്ചു മാറ്റി നിത്യജീവിതത്തിലുള്ള നിസ്സാര കാര്യങ്ങളിൽ മാത്രം മനസ്സ് മുഴങ്ങുന്നത് ബുദ്ധിപൂർവമായ പ്രവൃത്തിയല്ല. അസത്യമായതിനെ മനുഷ്യൻ സത്യമെന്ന് വിശ്വസിക്കുന്നത്. അവൻ ആകാരത്തിൽ വഞ്ചിതനായിരിക്കുകയാണ്. അതിന് പിന്നിലുള്ള സത്യത്തെ എത്തി നോക്കാൻ അവൻ ശ്രമിക്കുന്നില്ല. അവൻ സ്വയം തെറ്റിദ്ധരിക്കുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണ്. വെളുത്താണ് ഇരിക്കുന്നത് എന്ന ഏക കാരണത്താൽ ചുണ്ണാമ്പിനെ അവൻ വെണ്ണയെന്ന് കരുതുന്നു. എന്നാൽ ഗുണത്തിലും ഉപയോഗത്തിലും എത്രമാത്രം അന്തരമുള്ളതാണ് അവയുടെ വൈരുദ്ധ്യം. ശിശു വിരൽ കുടിച്ച് അതിൽ നിന്നും ആനന്ദം അടയുന്നു. അതിൽ ഗുണമോ മാധുര്യമോ ഇതൊന്നുമില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ആ വിരൽ നാം മാറ്റിക്കളയുകയാണെങ്കിൽ കുഞ്ഞു കരയുകയായി. വിരലിൽ നിന്നും ലഭിക്കുന്ന മാധുര്യം വെറും ശിശു സങ്കല്പിതം മാത്രം. അതേ തരത്തിൽ തന്നെയാണ് ലോകത്തിൽ നിന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ആനന്ദവും. അത് ലോകത്തിൻ്റെതായ ഗുണമല്ല, അത് സ്വകൽപിതമാണ്. അതായത് ജീവാത്മാ തന്നിലുള്ള ആനന്ദം ലോകത്തിനു മേൽ വിക്ഷേപിച്ചതിന്റെ ഫലമായി അനുഭവിച്ചിട്ടുള്ളതാണ് ആ ആനന്ദത്തിന്റെ ഉറവിടവും ലക്ഷ്യവും. ജീവാത്മായ താൻ തന്നെയാണെന്ന് അറിയുന്നില്ല. തനിക്ക് ആനന്ദം നൽകുന്ന വിരൽ തൻ്റെതല്ലായ ബാഹ്യമായ ഏതോ ഒരു വസ്തു എന്നാണ് ശിശു കരുതുന്നത്. അത് തന്നിൽ തന്നെ ഉള്ളതാണെന്ന് അറിയുന്നില്ല എന്നതാണ് പരമാർത്ഥം. ഗുരു മുന്നറിയിപ്പ് തരികയും നമ്മെ ഉണർത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തെ പറ്റി നമ്മളെ ബോധവാന്മാരാക്കുകയും അതിനെ പ്രാപിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു. നിങ്ങൾ അതിനുള്ള ആകാംക്ഷയും അത് കണ്ടുപിടിക്കാനുള്ള ആവേശവും അന്വേഷണ തൃഷ്ണയും ഇല്ലെങ്കിൽ ഗുരുവിന് നിങ്ങൾക്ക് വേണ്ടി അധികം ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വിശപ്പുള്ളവന് മാത്രമേ ഊട്ടുവാൻ സാധിക്കുകയുള്ളൂ. വിശപ്പില്ലാത്തവൻ ആഹാരം കൊടുത്താൽ അത് ഒരു ഉപദ്രവം എന്ന പോലെ അവൻ നിരസിക്കുകയുള്ളൂ. ചെടികളെ സൂക്ഷിച്ചു വളർത്തുന്ന ഒരു തോട്ടക്കാരന് തുല്യമാണ് ഗുരു. പക്ഷെ ചെടി മുളച്ചു വന്ന ശേഷം മാത്രമേ തോട്ടക്കാരൻ അതിനെ ശുശ്രൂഷിക്കാൻ സാധിക്കുകയുള്ളൂ. ചെടിയിൽ പുതുതായി ഒന്നും കൂട്ടിച്ചേർക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. അതിന്റെ ഉള്ളിൽ പ്രകൃതിയെ അടങ്ങിയിട്ടിരിക്കുന്ന നിജ സ്വഭാവത്തിനെ അനുസരണമായി വളർന്നു വരാൻ സഹായിക്കുക എന്നത് മാത്രമേ അയാൾ ചെയ്യുന്നുള്ളൂ. കുറെ കൂടെ വേഗം വളരുവാനും പുഷ്ടിപ്പെടുത്തുവാനും വളരാനും സഹായിക്കുവാൻ സാധിക്കും. അതുപോലെ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന അമൂല്യ നിധിയെ ചൂണ്ടിക്കാട്ടി അയാളുടെ കുറവുകളെ ദൂരീകരിക്കാൻ ഗുരുവിന് സാധിക്കും. ആ നിധിയെ എങ്ങനെയാണ് തൻ്റെതാക്കി എടുക്കാമെന്നും അതിനെ മെച്ചമേറിയ രീതിയിൽ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ എന്തെല്ലാം തരത്തിൽ ജാഗ്രതയോടെ വർത്തിക്കണമെന്നും ഉപദേശിക്കുവാൻ ഗുരുവിന് സാധിക്കും. ഒരിടത്ത് ഒരു വലിയ പിശുക്കൻ ഉണ്ടായിരുന്നു. ഒരു കാര്യത്തിന് വേണ്ടി അയാൾ പണം ചെലവാക്കുകയില്ലായിരുന്നു. അയാളുടെ അച്ഛൻ മരിച്ചു. പൊതുജനങ്ങളുടെ അഭിപ്രായം ആദരിച്ചും ശാസ്ത്രവിധി പ്രകാരം തല വടിക്കണം. ക്ഷുരകൻ ഒരു വലിയ സംഖ്യയാണ് പ്രതിഫലമായി ആവശ്യപ്പെട്ടത്. അയാൾ തർക്കിച്ച് വല്ലവിധേനയും ക്ഷുരകന്റെ കൂലി 1 പൈസ എന്നാക്കി ഉറപ്പിച്ചു. എന്നാൽ ആ കൂലി പോലും അതേവിധം കൊടുക്കുവാൻ നമ്മുടെ വിദ്വാന് മനസ്സിലായിരുന്നു. അതിലും ലാഭം ഉണ്ടാക്കുവാൻ അല്പം കൂടി തർക്കിച്ചു. ഒടുവിൽ 1 പൈസക്ക് 2 തല മുണ്ടനം ചെയ്യാമെന്ന് ക്ഷുരകനെ കൊണ്ട് സമ്മതിപ്പിച്ചു. ക്ഷുരകൻ വിചാരിച്ചത് മരിച്ച ആളിന് ഒരു മകനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരാളുടെ തല വടിച്ചാൽ മതിയാവുമല്ലോ എന്നായിരുന്നു. ആ പിശുക്കൻ തന്റെ തല മൊട്ടയടിച്ചതിനു ശേഷം ഭാര്യയെ വിളിച്ചു. ക്ഷുരകന് പൈസ വേണമെങ്കിൽ ഭാര്യയുടെ തലയും കൂടി മൊട്ടയടിക്കണം എന്നായിരുന്നു അയാളുടെ ആവശ്യം. പിശുക്കന്മാരായ ചില വിഡ്ഢികളെ ഇത്രമാത്രം അധപ്പതിക്കാനുള്ള ശക്തിയുണ്ട് ധനത്തിന്. ഓരോ സംഗതിയിലും നാം നിസ്സംഗത്വം പാലിക്കണം. അപ്രകാരം ചെയ്തില്ലെങ്കിൽ അത്യാഗ്രഹവും ലുബ്ധവും മനുഷ്യ സ്വഭാവത്തിലെ മുദ്ര വശങ്ങളെ നശിപ്പിക്കും. യഥാർത്ഥമായ മനുഷ്യപ്രകൃതം ദൈവിക ചൈതന്യം തുളുമ്പുന്നതാണ്. എന്നാൽ ദൈവസത്യാണ് മനുഷ്യൻ എന്നുള്ളതിന് നാമത്തിലും രൂപത്തിലും കാണപ്പെടുന്നത്. അത് സാക്ഷാത്കരിക്കണമെങ്കിൽ അവന്റെ സാധന ചതുഷ്ടയം പരിശീലിച്ച് അതിന്റെ പരമകോടിയിലെത്തണം. 1. നിത്യാനിത്യ വിവേകം. നശ്വരമായതേത് അനശ്വരമായതേത് എന്നതിന്റെ വിവേകം. അതായത് ഈ ലോകവും പ്രപഞ്ചവും തന്നെയും സദാ മാറി മറിയുന്നതാണ്. നിത്യത എന്ന ഗുണം പ്രപഞ്ചത്തിനില്ല. വ്യത്യാസമില്ലാത്തതും സ്ഥിരവുമായ ബ്രഹ്മം ഒന്ന് മാത്രമേ ഉള്ളൂ ജ്ഞാനം. ഇഹാമൂർത്ത ഫലഭോഗ വിരാഗം. ഈ ലോകത്തിലും പരലോകത്തിലും ലഭിച്ചേക്ക സകല ദുഃഖങ്ങളും നിസ്സാരവും ക്ഷണഭങ്കുരവും ശാശ്വതമല്ലാത്തതും ദുഃഖപര്യാവസായിയുമാണെന്നുള്ള ബോധം. അപ്പോൾ അവയോടുണ്ടാകുന്ന നിസ്സംഗത, വൈരാഗ്യം. ശമ ദമാദി ഷഡ്ക സമ്പത്തി. 6 തരം സിദ്ധികൾ അഥവാ വിശേഷ ഗുണങ്ങൾ സ്വായത്തമാക്കുക. ശമം അഥവാ ശാന്തത. ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ വിഷയത്തിൽ നിന്നും പിൻവലിച്ച് നിയന്ത്രിച്ച് ശാന്തമായ ബ്രഹ്മവിചാരം ചെയ്യുക. ദമം ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും പ്രവർത്തന വിമുഖമാക്കി നിയന്ത്രണാധീനമാക്കുക. ഉപരതി എല്ലാ തരത്തിലുള്ള ലൗകിക പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവലിഞ്ഞ് മറ്റു ബന്ധങ്ങളും ഉപേക്ഷിക്കുക. തിദിക്ഷ ദ്വന്ദ്വാവസ്ഥകളിൽ ഭേദഭാവമില്ലാതെ സന്തോഷത്തിലും സന്താപത്തിലും ചൂടിലും തണുപ്പിലും സ്നേഹത്തിലും ദേഷ്യത്തിലും സമചിത്തതയോടെ വർത്തിക്കുക.
ശ്രദ്ധ, ഗുരുവിലും ഗുരുവാക്യത്തിലും പരിപൂർണമായി വിശ്വസിക്കുക. സമാധാനം അഥവാ സമ്പൂർണമായ ഏകാഗ്രത, യാതൊന്നിലും ഏകാഗ്രതയ്ക്ക് ഭംഗം വരാത്ത തരത്തിലുള്ള വിചാരങ്ങളെ അടക്കി മുൻ പ്രസ്താവിച്ച ഗുണങ്ങളുടെ ശക്തിയാൽ ഗുരുവാക്യത്തിൽ ശ്രദ്ധ ചെലുത്തി ബ്രഹ്മധ്യാന നിരതനായിരിക്കുക എന്നതാണ് അവസ്ഥ. ഇവ ആറും ഷഡ്ക സമ്പത്തി. മുമുക്ഷത്വം, മുക്തി ലഭിക്കണമെന്ന് അത്യുത്കൃഷ്ടമായ അഭിവാഞ്ച, ദേഹസംബന്ധമായ സകല ബന്ധങ്ങൾ ദൂരെ വലിച്ചെറിഞ്ഞു അജ്ഞാനത്തെ നിഗ്രഹിച്ച് ആത്മജ്ഞാനമടിഞ്ഞ് ബന്ധവിമുക്തമാകണമെന്ന ഏറ്റവും ശക്തമായ ആകാംക്ഷയാണിത്. പശുവിന്റെ ശരീരത്തിൽ പാല് ഉൽപ്പാദിക്കുന്ന അവയവം വേറെയാണെങ്കിലും പാല് ലഭിക്കണമെങ്കിൽ 4 മുലക്കണ്ണുകളിൽ പിടിച്ചു കറക്കണം. അതുപോലെ തന്നെയാണ് ഈ 4 സാധനങ്ങളും ശരിയായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ജ്ഞാനം സിദ്ധിക്കുകയുള്ളൂ. സ്വപ്നം എപ്രകാരം വാസ്തവമല്ലയോ അപ്രകാരം ഈ ലോകവും അവാസ്തവമായ ഒന്നാണ്. ഇവിടെ വരാന്തയിൽ ഉറങ്ങിക്കിടക്കുന്നത് കാശിയിൽ പോയതായും ഗംഗയിൽ സ്നാനം ചെയ്തതായും നിങ്ങൾ സ്വപ്നം കാണുന്നു. കുളിയുടെ കുളിർമയേറിയ സുഖവും ആ വിചാരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാവനത്വവും നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അത് യാഥാർത്ഥമായി തന്നെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ വാസ്തവത്തിൽ നിങ്ങൾ അവിടെ പോയോ? ഏതു തരത്തിലാണ് നിങ്ങൾ അവിടേക്ക് യാത്ര ചെയ്തത്? കുറെ കൂടി വിവേകം സിദ്ധിച്ച ജ്ഞാനിയും ഇത്തരം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഉണർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്നതായി വിശ്വസിക്കുന്ന അനുഭവങ്ങളെ സംബന്ധിച്ച് ജ്ഞാനി സ്വയം തിരയുന്നു. ഞാൻ ഒരു കാര്യം വെളിപ്പെടുത്താം. ഏതുതരം സ്വപ്നങ്ങളാണ് വാസ്തവത്തിലുള്ളത്? ഈശ്വരനെ സംബന്ധിക്കുന്ന സ്വപ്നങ്ങൾ വാസ്തവങ്ങളാണ്. നിങ്ങൾ എന്നെ സ്വപ്നത്തിൽ ദർശിക്കുന്നു. നമസ്കാരങ്ങൾ ഞാൻ അനുവദിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇവ സത്യമായ സ്വപ്നങ്ങളാണ്. ഇത് എന്റെ സങ്കല്പ ശക്തി കൊണ്ടും നിങ്ങളുടെ സാധനയും ബലയും കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. ഈശ്വരനോ നിങ്ങളുടെ ഗുരുവോ സ്വപ്നത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് സങ്കല്പത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. സ്വപ്നത്തിന് കാര്യമായ മറ്റു കാര്യങ്ങൾ കൊണ്ടല്ല. നിങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം അത്തരം സ്വപ്നങ്ങൾ ഉണ്ടാവുകയില്ല. എല്ലാത്തിനും ഉപരിയായി നിങ്ങളുടെ സ്വഭാവത്തെ നൈർമല്യമുള്ളവരാക്കി ഈശ്വരകാരുണ്യം ലബ്ധിക്കുവാൻ അർഹതയുള്ളവരാക്കി തീർക്കുക. അതിലേക്കായി മനസ്സിനുള്ള ആഗ്രഹങ്ങൾ ഓരോന്നായി കുറയ്ക്കുകയോ സത്സംഗങ്ങൾ പോഷിപ്പിക്കുകയോ ചെയ്യുക. ഒരു ചുവട് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അടുത്ത ചുവടുമായി ലഘൂകരിക്കപ്പെട്ടതായി തീരും. ആത്മീയ സാധനങ്ങളുടെ ഒരു പ്രത്യേക നേട്ടം അതാണ്. ഓരോ പടി കയറും തോറും നിങ്ങളുടെ മനോധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുകയും കൂടുതൽ ഈശ്വര കരുണ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായി ബോധ്യമാവുകയും ചെയ്യും. ഒരിടത്ത് ഒരു ദുർമാർഗിയായി ഉണ്ടായിരുന്നു. ഒരിക്കൽ അയാൾ യാദൃച്ഛികമായി ഒരു വേദാന്ത പ്രസംഗം അല്പം കേൾക്കുവാനിടയായി. അത് അയാളിൽ വലിയ പരിവർത്തനം ഉളവാക്കി. അയാൾ ഒരു വലിയ മഹർഷിയുടെ അരികിൽ ചെന്നു തന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അയാൾ ദിനചര്യ എപ്രകാരമെന്ന് മഹർഷി ആരാഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ പകലെല്ലാം ചൂതു കളിക്കും, രാത്രിയാൽ വീടുകൾ കയറി മോഷ്ടിക്കും, രാത്രിയും പകലും ഒന്നുപോലെ ഞാൻ കള്ളം പറയും. മഹർഷി പറഞ്ഞു, നിന്നിൽ ഞാൻ സംപ്രീതനാകണമെങ്കിൽ 3 ഒരിനം നീ ത്യജിച്ചേ തീരും. അയാൾ കുറെ നേരം ആലോചിച്ച് ഒടുവിൽ പറഞ്ഞു, ചൂതുകളി എനിക്ക് വിടാൻ സാധിക്കുകയില്ല. എനിക്ക് അത്രമാത്രം സന്തോഷം തരുന്ന ഒന്നാണ്. മോഷ്ടിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അതാണ് എന്റെ ഏക ഉപജീവന മാർഗം. വേണമെങ്കിൽ കള്ളം പറയുന്ന ശീലം ഞാൻ മാറ്റാം. അങ്ങനെ ഇനിമേൽ കള്ളം പറയുകയില്ല എന്ന സത്യത്തിന്മേൽ മഹർഷി അയാളെ സ്വീകരിച്ചു. തന്റെ വേലയിൽ അയാൾ കുടുങ്ങി ഇനി പിന്തിരിയാൻ സാധിക്കയില്ല എന്ന് മഹർഷി സന്തോഷിക്കുകയും ചെയ്തു. അന്ന് രാത്രി കൊട്ടാരത്തിൽ മോഷ്ടിക്കാനാണ് നമ്മുടെ സ്നേഹിതൻ തീരുമാനിച്ചത്. അയാൾ കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ചും മട്ടുപ്പവിൽ കയറി. ശബ്ദം കേൾപ്പിക്കാതെ മതിലിനരികിൽ കൂടി എത്തി വലിഞ്ഞു കയറുമ്പോൾ പെട്ടെന്നൊരാൾ ആരാണ് അത് പോകുന്നത് എന്ന് ചോദിച്ചു. അയാൾ സത്യം പറഞ്ഞു, ഞാൻ കള്ളനാണ്. നിങ്ങൾ ആരാണ്? ഇയാളോട് ചോദിച്ച മനുഷ്യൻ രാജാവ് തന്നെയായിരുന്നു. കാറ്റുകൊള്ളാനായി അദ്ദേഹം മട്ടുപ്പാവിൽ നിൽക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അദ്ദേഹം ഉടനെ മറുപടി കൊടുത്തു, ഞാനും ഒരു കള്ളൻ തന്നെ. അവർ അന്യോന്യം വാഗ്ദാനം ചെയ്തു കിട്ടുന്നതിന്റെ പകുതി രണ്ടുപേർക്കും എന്ന് കൊട്ടാര ഖജാനാവിനെ തന്നെ പൊട്ടിക്കാമെന്നായി കള്ളൻ. പുതിയ ചങ്ങാതിയും വിട്ടില്ല. താക്കോൽ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം എന്നായി അയാൾ. മാത്രമല്ല ഇരുട്ടത്ത് തന്നെ വേഗം പോയി താക്കോൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. രണ്ടുപേരും ഖജാനാവിൽ നിന്ന് ഉണ്ടായിരുന്നതെല്ലാം പകുതിയായി ഒപ്പം പങ്കുവെച്ചെടുത്തു. പക്ഷേ അവിടെ വിലയേറിയ 3 വജ്രങ്ങൾ ഉണ്ടായിരുന്നു. രാജാവ് ഒന്നെടുത്തു, കള്ളൻ വേറൊന്നെടുത്തു. മൂന്നാമത്തെ തലസ്ഥാനത്ത് നിന്ന് വെച്ചിട്ട് കള്ളം പറഞ്ഞു, ആ പാവപ്പെട്ട രാജാവിന്റെ എല്ലാം പോയല്ലോ, പാവം. ഇതെങ്കിലും ഒരാശ്വാസം അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കട്ടെ. പിന്നീട് അവർ മടങ്ങി പോകുന്നതിന് മുമ്പ് അയാൾ എവിടെയാണ് താമസിക്കുക എന്ന് രാജാവ് ചോദിച്ചു. കള്ളം പറയാൻ പാടില്ലാത്തതിനാൽ ശരിയായ മേൽവിലാസം തന്നെ അയാൾ അറിയിച്ചു. ഖജാനാവിൽ കള്ളൻ കയറിയ വാർത്ത പിറ്റേന്ന് സകലയിടത്തും പരന്നു. പ്രധാനമന്ത്രിയെ തന്നെ രാജാവ് കള്ളനെ പിടിക്കാൻ നിയോഗിച്ചു. എന്തൊക്കെ പോയി എവിടെയൊക്കെ ബാക്കിയുണ്ടെന്ന് കണക്കെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. പെട്ടികളെല്ലാം തുറന്നു അങ്ങിങ്ങായി കിടക്കുന്നതിന് മന്ത്രി പറഞ്ഞു. ഒരു വലിയ വജ്രം മാത്രം അവിടെ ബാക്കിയുണ്ട്. കള്ളന്മാരുടെ കണ്ണിൽ നിന്ന് അതെങ്ങനെയോ രക്ഷപ്പെട്ടതായിരിക്കും എന്ന് മന്ത്രി കരുതി. അയാൾ അതെടുത്ത് തന്റെ കീശയ്ക്കുള്ളിലാക്കി. എന്നിട്ട് അല്പനേരം രാജാവിനോട് ഖജാവിൽ കണ്ട കാര്യങ്ങളെല്ലാം വിസ്തരിച്ചു. നോട്ടപ്പുള്ളികളായ എല്ലാ കള്ളന്മാരെയും വരുത്തിക്കാൻ രാജാവ് കൽപ്പിച്ചു. അക്കൂട്ടത്തിൽ അദ്ദേഹം തലേന്നാൾ മനസ്സിലാക്കി വെച്ചിരുന്ന മേൽവിലാസം കൊടുത്തു. ആളുകളെല്ലാം ഒന്ന് രാജാവ് കൊടുത്ത മേൽവിലാസ പ്രകാരം വന്നയാളെ രാജാവ് തന്നെ ചോദ്യം ചെയ്തു. അയാൾ പറഞ്ഞു, ഞാൻ വരുമ്പോൾ വേറൊരു കള്ളൻ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനും അയാളും കൂടി കിട്ടിയതെല്ലാം ഒപ്പം പങ്കിട്ടെടുത്തു.
വജ്രങ്ങളുടെ കാര്യം രാജാവ് അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇവിടെ 3 വജ്രങ്ങൾ ഒന്ന് ഞങ്ങൾ ഇവിടെ ഉപദേശിച്ചു പോയി. അയാൾ പറഞ്ഞത് സത്യമാണെന്നും അതുകൊണ്ട് തന്നെ മറ്റു വജ്രം മന്ത്രി തന്നെ എടുത്തിരിക്കുമെന്നും രാജാവിന് ബോധ്യമായി. അതിനാൽ ആ പൊതുസ്ഥലത്ത് വെച്ച് തന്നെ മന്ത്രിയുടെ ദേഹപരിശോധന ചെയ്യാൻ രാജാവ് ഉത്തരവിട്ടു. അയാളുടെ കീശയിൽ നിന്ന് അതെടുത്തു എന്ന് പറയേണ്ടതില്ലല്ലോ. അയോഗ്യനെന്ന് തെളിഞ്ഞ മന്ത്രിയെ ഉടൻ തന്നെ പിരിച്ചുവിടുകയും സത്യസന്ധനായ കള്ളനെ മന്ത്രിയാക്കി നിയമിക്കുകയും ചെയ്തു. മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ജീവസന്ധാരണത്തിന് ആയതിലും കൂടുതൽ വരവുണ്ടായതിനാൽ അയാളുടെ മോഷണശീലം ത്യജിച്ചു. ചൂത് കളിക്കാനും സമയമില്ലാതായി തീർന്നു. വളരെ സത്യസന്ധനും സമർത്ഥനുമായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന പേര് അയാൾ അതിവേഗം ആർജിച്ചെടുത്തു. അയാളുടെ വീരകൃത്യങ്ങളുടെ കഥ കേട്ട് സന്തുഷ്ടനായ ഗുരു അയാളെ കാണാനായി വന്നു. തന്നെ നല്ലവനാക്കി മാറ്റിയ ഗുരുവിന്റെ പാദങ്ങളിൽ അയാൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഈ വിധത്തിലാണ് ആദ്യ ചൂട് തന്നെ മാറ്റങ്ങൾ വരുത്തുന്നത്. ബാക്കിയുള്ള ചൂടുകൾ വയ്ക്കുന്തോറും അതിലേക്കുള്ള വിഷമതകൾ കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെടും. ആദ്യത്തെ ചൂട് വയ്ക്കുന്നതിനുള്ള പ്രേരണ ഗുരുവിൽ നിന്നുമാണ് ലഭിക്കേണ്ടത്. നിന്ന നിലയിൽ തന്നെ നിൽക്കാതെ പുറകോട്ട് പോകാതെ ഗുരു നിങ്ങളെ കാക്കുന്നു. ഉദ്ദേശിക്കുന്ന വിധം മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന നന്മയും സൗഭാഗ്യങ്ങളും മാത്രമല്ല, ലക്ഷ്യത്തിൽ എത്തിയാൽ ഉണ്ടാകുന്ന അവാച്യമായ ആനന്ദവും ഗുരു നിങ്ങളെ ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ഗുരു എന്നത് ഇന്നറിയപ്പെടുന്ന എല്ലാവർക്കും ഇതിനുള്ള കഴിവില്ല. ശിഷ്യന്മാരാണ് ഇന്ന് ചില ഗുരുക്കന്മാരെ ഭരിക്കുന്നതും കൊണ്ടു നടക്കുന്നതും ശിഷ്യന്മാരെ അവർ നയിക്കുകയും ചെയ്യുന്നത്. ഒരു ആട്ടിടയൻ പയ്യനുണ്ടായിരുന്നു. അവനെ ആരോ ഗുരുസ്ഥാനത്ത് അവരോഹിച്ചു. അവൻ എപ്പോഴും 2 തരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. 2 തരം ശബ്ദങ്ങൾ മാത്രം, ഖർ ഥർ എന്നും thക് 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 എന്നും. ശിഷ്യന്മാർ 2 ശബ്ദങ്ങൾക്ക് അർത്ഥം കണ്ടുപിടിച്ചു. ഗുരുവിന്റെ കീർത്തിയെ സംരക്ഷിച്ചു. വിഷയാവാസനങ്ങൾക്ക് പുറകെ പോകുന്ന മാത്രം ഓടുന്നവർക്ക് തക് പോലെയാണെന്ന് ശിഷ്യന്മാർ വ്യാഖ്യാനിച്ചു. ശിഷ്യന്മാരുടെ കീർത്തനത്തിൽ തുള്ളുന്ന അവരുടെ താല്പര്യം കുറഞ്ഞു പോയെങ്കിലും എന്ന് ഭയപ്പെടുകയും അത് കിട്ടാൻ വേണ്ടി മാത്രം അവരെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്ന ഗുരു ശിഷ്യന്മാരുടെ ദാസനാണ്, അവരുടെ യജമാനനല്ല നിശ്ചയം. ഗുരുകൽപ്പന അക്ഷരം പ്രതി അനുഷ്ഠിക്കുവാൻ ശിഷ്യൻ തയ്യാറാകണം. അപ്പോഴും ഗുരുവിന്റെ ജ്ഞാനം കൊണ്ട് ശിഷ്യന് പ്രയോജനം ഉണ്ടാവുകയും. ഇന്ന് ഗുരുപൂർണിമ ദിവസം ഗീതാ സാധന അനുഷ്ഠിക്കാൻ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. മുക്തി സിദ്ധിക്കാൻ നിങ്ങൾക്ക് അത് മാത്രം മതി. പലരും ചോദിക്കാറുണ്ട്, സ്വാമി ഒരു നാമോപദേശം തരും, ഞാൻ അത് ഉരുവിടട്ടെ എന്ന്. ഏത് നാമം വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഏത് നാമവും ഈശ്വരന്റെ എല്ലാ നാമങ്ങളും ഒരേ വിധം ഇമ്പമുള്ളത് തന്നെ. നാമങ്ങൾ തമ്മിൽ ഭേദം വക്രബുദ്ധിയുള്ളവർക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. മുക്തി കിട്ടണമെന്നുള്ള അത്യാശയോടെ ഒരു അമേരിക്കൻ വനിത ഇവിടെ വന്നിട്ടുണ്ട്. ഏത് ദേശം വംശം എന്നുള്ളതൊന്നും ഈശ്വര കണക്കിൽ ചേർക്കാനുള്ളതല്ല. എല്ലാവരും ഈശ്വര സാമ്രാജ്യത്തിലെ അംഗങ്ങൾ തന്നെ. കഴിഞ്ഞു മാഡം. ഇത് 14/7/1965 പ്രശാന്തിയിലെ എനക്കൊന്ന് ഗുരുപൂർണിമ ദിവസം സ്വാമിയുടെ പ്രസംഗമാണ് തോന്നുന്നുണ്ട്. സനാതന സാരഥിയിൽ നിന്ന് അത് നമ്മളത് സമയമില്ല, 10-12 മിനിറ്റ് വായിച്ചാൽ മതി. കഴിഞ്ഞു അത്. വിജയസായി സുശീല മാഡം വീഡിയോ ഓഫ് ചെയ്യൂ. സുശീല മാഡം വീഡിയോ ഓഫ് ചെയ്യൂ. എത്ര പ്രാവശ്യമായി പറയണു? ഓം ശ്രീ സായിരാം. എൻ്റെ പേര് വിജയ് സായി. വിജയ് സായി എന്ന് പറയുമ്പോൾ പലർക്കും ചോദ്യം ഉണ്ടാവും, എങ്ങനെയാണ് വിജയ് സായി എന്നുള്ള പേര് വന്നതെന്നുള്ളത്. എൻ്റെ അമ്മ 1960 തോന്നുന്നുണ്ട് ആദ്യമായിട്ട് പുട്ടപർത്തി പോകുന്നത്. 1960 പോയി. അന്നത്തെ കാലത്ത് അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു. ഒരു ദിവസം പയ്യാമ്പലം ഗേൾസ് ഹൈസ്കൂളിന്റെ അതിലോട്ട് പോകുമ്പോൾ നല്ലൊരു ഭജന കേട്ടു. ആ ഭജനയുടെ ഉറവിടം എവിടെയാണെന്ന് പോയവരാണ് മനസ്സിലായത്. അത് സത്യസായി ഭജനയാണ് നടക്കുന്നത്. അവിടെ വെച്ചാണ് അഞ്ചരക്കണ്ടി സമിതിയിലെ വൺ ഓഫ് ദ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ പത്മാവതി, അല്ലെ ഞാൻ പപ്പിമൂത്ത എന്ന് വിളിക്കുന്ന പത്മാവതി ചുമ്മാ വെലിച്ചിനെയൊക്കെ കാണുന്നത്. അവരാണ് ആദ്യമായിട്ട് അമ്മേനെ പുട്ടപർത്തിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. പിന്നെ ഞാൻ പലരെയും പറയുമ്പോൾ ഇതിനകത്തുള്ള പലരെയും സംസാരിക്കുമ്പോൾ ഞാൻ അങ്കിള്, ആന്റി അല്ലെങ്കിൽ മൂത്ത അങ്ങനെയൊക്കെയാണ് വിളിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിന്റെ ഒരു പാർട്ട് മുഴുവനും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സായി ഓർഗനൈസേഷനോ അല്ലെങ്കിൽ സായി ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ വേറൊരു അസോസിയേഷനുമായിട്ടോ മറ്റുള്ള രീതിയിലോ ബന്ധവും ഇല്ലാത്തതാണ്. ഇതിനപ്പുറം പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അമ്മക്ക് കുറെ ഇന്റർവ്യൂസ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഇന്റർവ്യൂസ് അമ്മക്ക് കിട്ടുമ്പോൾ ഒരിക്കൽ സ്വാമി തമാശക്ക് പറഞ്ഞു, നിന്റെ പുരുഷൻ എங்கே ഇരിക്കുന്നു പറഞ്ഞു. അന്നേരം എല്ലാവരും തമാശയാക്കി, എന്തായാലും തെലുങ്കനെ അങ്ങോട്ടായിരിക്കും അമ്മ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അമ്മ സ്വാമി ആ സമയത്ത് അമ്മേനോട് ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അച്ഛൻ ഹോമിയോ ഡോക്ടറായിട്ട് ആന്ധ്രയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
പിന്നെ എന്റെ പേര് വിളിച്ചത് വിജയ് സായി എന്നാണ്. എന്റെ നക്ഷത്രപ്രകാരം എന്റെ അമ്മാവൻ അത്യാവശ്യം ഒരു എന്താ പറയണ്ട ജ്യോതിഷമൊക്കെ അറിയാം. അന്നേരം എന്റെ നക്ഷത്രം രേവതിയാണ്. അന്നേരം അമ്മേനോട് പറഞ്ഞു, നിന്റെ സായിബാബ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലിയിലോ അല്ല എന്റെ നാട്ടിലോ ആദ്യമായിട്ടുള്ള സായി ഭക്തിയാണ് എന്റെ അമ്മ. നിന്റെ സായിബാബ സാ എന്ന് പറഞ്ഞ അക്ഷരത്തിലെ പേര് തുടങ്ങുള്ളൂ, അതുകൊണ്ട് നിന്റെ മോന്റെ നക്ഷത്രപ്രകാരം സാ എന്ന് പറഞ്ഞ അക്ഷരത്തിൽ തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, എന്റെ ഭഗവാൻ എന്ത് പേര് വിളിച്ചാലും എനിക്ക് ഓക്കെയാണ്, അതിൻ്റെ അകത്ത് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പേര് വിളിച്ചത് വിജയ് സായി എന്നാണ്. അതേസമയം എന്റെ അനുജന് വിളിച്ചു കൊടുത്തത്, സ്വാമി കൊടുത്ത പേര് സായി കിരൺ എന്നാണ്. പിന്നെ അതേപോലെ തന്നെയാണ് അമ്മ നല്ല മൂഡൽ ഉണ്ടായിരുന്ന ടൈം, നല്ല ഇതായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും അങ്ങനെയാണ് പേര് വിളിച്ചത്, അരിയിൽ എഴുതിച്ചത്. എന്റെ അരിയിൽ എഴുതിച്ചത് എന്ന് പറഞ്ഞാൽ ശിവരാത്രി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ്. പഴയ ഡിവോട്ടീസിന് അറിയാതിരിക്കാം, ലക്ഷ്മണമാഷ്കൊക്കെ രാജമാഷ്കൊക്കെ ശിവരാത്രി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം സ്വാമി സാധാരണ ഒരു പരിപാടിയും ചെയ്യാറില്ല. പക്ഷെ അമ്മക്ക് അന്ന് മടങ്ങണം, എന്റെ അനുജന്റെ ചോറൂണും എന്റെ വിദ്യാരംഭവും ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ പഴയ പൂഴിയിലാണ് അവിടെ ഇരിക്കുവായിരുന്നു. അന്നേരം വൈകുന്നേരം 6 മണിയായി. എന്തായാലും സ്വാമി വരുമോ എന്ന് അറിയില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സ്വാമി പ്രശാന്ത് നീലത്തിലെ വാതിൽ തുറന്നു, അമ്മയുടെ അടുത്തേക്ക് നേരെ വന്നു. എന്നിട്ടെന്ന് പറഞ്ഞാൽ എന്റെ അനുജന് ചോറ് കൊടുത്തു. എന്റെ അനുജന് ചോറ് കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്ലേറ്റിന്റെ 2 സൈഡിലും ഓം എന്നുള്ള അക്ഷരത്തിൽ ഓം എന്ന് എഴുതി തന്നു. ഇതിനൊരു രസം എന്താണെന്ന് പറഞ്ഞാൽ എന്റെ അനുജന്റെ ഒരു സൈഡിൽ മാത്രമേ സ്ലേറ്റിൽ എഴുതി കൊടുത്തിട്ടുള്ളൂ. അന്നേരം എപ്പോഴും എന്റെ അനുജൻ ഒരു പറയുന്നു, സ്വാമി എന്നോട് പക്ഷഭേദം കാണിച്ചു, നിന്റെ സ്ലേറ്റിൽ 2 സൈഡിൽ എഴുതി കൊടുത്തോണ്ട് നീ MA ബിസിനസ് മാനേജ്മെന്റിലും ചെയ്തു, എന്റെ സൈഡിൽ ഒരു സൈഡ് മാത്രം എഴുതി തന്നുകൊണ്ട് എനിക്ക് +2 മാത്രമേ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഇടയ്ക്കുള്ള ഒരു കംപ്ലൈന്റ് ഒക്കെ അവൻ ഇങ്ങനെ പറയാറുണ്ട്. പിന്നെ സ്വാമി എനിക്ക് കുറെ അനുഭവങ്ങൾ വന്ന് സ്വാമിയായിട്ട് നേരിട്ട് സംസാരിക്കാൻ ഒരു അനുഭവം ഉണ്ടായതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂലൈ മാസം ഞാൻ ഡിഗ്രി പഠിച്ചതിന് ശേഷം സ്വാമി ഈ നമ്മളെ സേവാദൾ നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞ സ്വാമി പാദനമസ്കാരം തരും. അങ്ങനെ പാദനമസ്കാരത്തിന് വേണ്ടി ഇരുന്നു. എന്റെ മുമ്പിൽ അന്നേരം മരിച്ചുപോയ നമ്മൾ ചാലപ്പുറത്തെ സുനിലാട്ടുണ്ട്, ഉണ്ണിയാട്ടുണ്ട്, മറ്റു പലരും ഉണ്ട്. അങ്ങനെ സ്വാമി എന്റെ അടുത്ത് വന്നിട്ട് സ്വാമി ചോദിച്ചു, എന്നാ ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, സ്വാമി ഞാൻ BA പഠിച്ചിട്ടിരിക്കുന്നു. ഞാൻ വളരെ വിനീതനായിട്ടാണ് പറഞ്ഞു, സ്വാമി ഞാൻ BA പഠിച്ചിട്ട്. എന്നിട്ട് സ്വാമി തമാശയിൽ പറഞ്ഞു, എന്നാ BA, എപ്പ നോക്കിയാ ഊരു ചുറ്റല്, പിക്ചറ്. സ്വാമി എന്താ പറയുക, ഒരു തരം വഴക്കോട് കൂടിയിട്ടാണ് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പൊട്ടിക്കറിയുകയും ചെയ്തു. പക്ഷെ കാരണം എന്ന് പറഞ്ഞാൽ സ്വാമി എന്നോട് വഴക്ക് പറഞ്ഞുകൊണ്ടൊന്നുമല്ല, കാരണം എന്റെ എല്ലാ എന്താ പറയണ്ടേ, എന്റെ കയ്യിലിരിപ്പ് മുഴുവൻ മറ്റുള്ളവരെ അറിഞ്ഞുപോയ എന്റെ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നേരം. പക്ഷെ സ്വാമിയുടെ അവതാര കാലത്തിൽ സ്പർശനം, ദർശനം, സംഭാഷണം ഇത് മുഴുവൻ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഡ്യൂട്ടി എടുക്കുമ്പം കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലക്ഷ്മണമാഷ്ക്കൊരു ഓർമ്മയുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. ഒരിക്കൽ R വെങ്കട്ടരാമനായിരുന്നു സ്വാമിയുടെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ആ ടൈമിൽ എന്ന് പറഞ്ഞാല് ഞാൻ സേവാദൾ സെക്യൂരിറ്റി ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് പൂർണ്ണേന്ദ്ര ഓഡിറ്റോറിയത്തിന്റെ മുമ്പിലാണ്. ഉച്ചക്ക് 2 മണിക്ക് തുടങ്ങിയ ഡ്യൂട്ടി രാത്രി 9:30 മണിയായിട്ടും ആരും വന്നിട്ടൊന്നും എന്നെ റിലീവ് ചെയ്യുന്നില്ല. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നു. ഭക്ഷണം എന്താ പറയണ്ട, ഭക്ഷണവും കഴിച്ചിട്ടില്ല, വെള്ളവും കുടിച്ചിട്ടില്ല. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണും ഇല്ല. എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്താ പറയണ്ട, ഞാൻ സ്വാമിനോട് വഴക്കും കൂടുന്നുണ്ട്, സ്വാമി വിശന്നിട്ട് വയ്യ, ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ളത്. പെട്ടെന്നുണ്ട് എന്ന് പറഞ്ഞാല് ഡോറ് തുറന്നിട്ട് അടുത്ത ഇൻചാർജ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലേ, എന്നാ ഭക്ഷണം എന്താ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ പ്രസിഡന്റിന് എന്താണോ അന്ന് ഭക്ഷണം കിട്ടിയത് ആ ഭക്ഷണം മുഴുവൻ എനിക്കും കിട്ടാനുള്ള ഒരു ഭാഗ്യം സ്വാമി എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് എനിക്ക് നമ്മൾ സ്വാമിയിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ഇതുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കത് ഓവർകം ചെയ്യാനുള്ള പറ്റുന്നുള്ള ഒരു ഉണ്ടാവുന്ന എൻ്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. അമ്മ അമ്മ ടീച്ചറായിരുന്നു. റിട്ടയർ ചെയ്തതിനു ശേഷം അമ്മക്ക് എന്ന് പറഞ്ഞാൽ അസുഖം വന്നു. എന്താണെന്ന് ആർക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലാണ് അന്നേരം ഞാൻ വർക്ക് ചെയ്യുന്നത്. അന്നേരം ഞാൻ അമ്മേന്റെ ഈ മെഡിക്കൽ റിപ്പോർട്ട്സും മറ്റുള്ളതും കൊണ്ട് ഒരുവിധം എല്ലാ ഡോക്ടേഴ്സിനെയും കണ്ടതിന് ശേഷം എല്ലാവരും പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല വിജയ്, ജസ്റ്റ് തൽക്കാലത്തേക്കുള്ള മരുന്നും വിറ്റമിൻസ് ഒക്കെ കഴിച്ച് മുന്നോട്ട് പോകുന്നു പറഞ്ഞു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അനുജൻ ലക്ഷ്മണാഷ്കലാർക്ക് സായിക്കിരൺ നേരെ പുട്ടപർത്തി പോകുന്നതും പ്രശാന്തി സേവ ചെയ്യുന്നതും. 15 ദിവസത്തെ സേവയ്ക്ക് ശേഷം സ്വാമി ഇതേമാതിരി തന്നെ എന്ന് പറഞ്ഞാല് സ്വാമി അടുത്തു വന്നേരം അനുജൻ അമ്മേനോട് പറഞ്ഞു, സ്വാമിനോട് പറഞ്ഞു, സ്വാമി അമ്മക്ക് തീരെ സുഖമില്ല, എന്താ ചെയ്യേണ്ടത്? സ്വാമി എന്ത് ചെയ്യുന്ന അവന്റെ തലയിൽ ഒരു അടിയും കൊടുത്തിട്ട് പറഞ്ഞു ரொம்ப സന്തോഷം എന്ന് പറഞ്ഞു. ഇത് വൈകുന്നേരം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അന്ന് വൈകുന്നേരം അമ്മേനെ വിളിച്ചിട്ട് അനുജൻ പറഞ്ഞു. അന്നേരം അമ്മ ചോദിച്ചു, സ്വാമി എന്താണ് പറഞ്ഞത് എന്റെ അസുഖത്തിനെ പറ്റിയിട്ടുണ്ട്? അന്നേരം അനിയൻ പറഞ്ഞു, സ്വാമി എന്റെ തലയിൽ അടിച്ചിട്ട് പറഞ്ഞു ரொம்ப സന്തോഷം എന്ന്. ഉടൻ തന്നെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമ്മൾ ഇതുവരെയായിട്ട് ഒരു ENT ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, നമുക്ക് തലവേദന ഇത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ENT ഡോക്ടർ നാളെ ഒന്ന് പോയി നോക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം കണ്ണൂരിൽ തന്നെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ENT ഡോക്ടറെ കാണാനും 5 മിനിറ്റ് കൊണ്ട് രോഗം ഡയഗ്നോസ് ചെയ്യാനും അതുവഴി അമ്മ റിക്കവറി ആവാനും പറ്റി. അമ്മ ഓൾമോസ്റ്റ് ഡെത്ത് ബെഡിൽ പോലെ തന്നെ ആയിപ്പോയിന്നായിരുന്നു ആ ഒരു സമയത്ത്. എനിക്ക് തോന്നുന്നു പറഞ്ഞാല് സ്വാമി എന്താണ് പറയുന്നത്, സ്വാമിന്റെ ഒരു ഇൻഡിക്കേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ തന്നെയുള്ള ഒരു കാര്യം കൂടിയാണ് സ്വാമിയെ ഇതിന് ശേഷം സ്വാമി അമ്മ കുറേയോടെ സർവീസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഈ അസുഖത്തിന് ശേഷം ഒരിക്കൽ സ്വാമി അടുത്ത് വന്നിട്ട് സ്വാമി ചോദിച്ചു, സ്വാമിനോട് അന്നേരം അമ്മ പറഞ്ഞു, സ്വാമി എനിക്ക് മുട്ടിന് തീരെ സുഖമില്ല. അന്നേരം അന്നേരം സ്വാമി പറഞ്ഞു, നിന്റെ മുട്ടിനല്ല പ്രശ്നം, നിന്റെ വയറിനാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മഞ്ഞ പൊടിയാണ് അമ്മ സ്വാമി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. വിഭൂതിയല്ല, എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു, വിഭൂതി ആയിരുന്നില്ല അത്. അമ്മ അവസാന കാലഘട്ടത്തിൽ അമ്മ ലിവർ സിറോസിസ് വന്നിട്ടാണ് അമ്മ മരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു അനുഭവം എന്താന്ന് പറഞ്ഞാല്, ഞാൻ 2000 സിഫി സത്യം ഓൺലൈനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് ഞാൻ ട്രെയിനിൽ പോയതാണ്, പൂർണ്ണ എക്സ്പ്രസിന് ഒരു ഞായറാഴ്ച രാത്രി. കള്ളൻ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും കട്ടുകൊണ്ട് പോയി. എൻ്റെ ആ ഒരു പെട്ടി മുഴുവൻ പോയി. ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ എറണാകുളത്ത് എത്തുമ്പോഴാണ് മനസ്സിലായത് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനി ഒന്നുമില്ല. അതായത് എൻ്റെ MA ബിസിനസ് മാനേജ്മെന്റ് മാർക്ക് ലിസ്റ്റ് എല്ലാം പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ സിഫിയുടെ ഓഫീസിൽ പോയിട്ട് പറഞ്ഞു, സാർ എനിക്കിങ്ങനെ എൻ്റെ സർട്ടിഫിക്കറ്റ് മുഴുവൻ കളഞ്ഞുപോയി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അന്നേരം പറഞ്ഞു, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ കമ്പനിയുടെ റൂൾ പ്രകാരം ഈ സർട്ടിഫിക്കറ്റ്സ് മുഴുവൻ നിങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞു, തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം ജോയിൻ ചെയ്യാൻ പറ്റാണ്ട് തിങ്കളാഴ്ച തന്നെ രാത്രി ഞാൻ മടങ്ങി വീട്ടിലെത്തി. രാത്രി എത്തിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ സ്വാമി എന്താണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന അറിയുന്നില്ല, എൻ്റെ സർട്ടിഫിക്കറ്റ് മുഴുവൻ കളഞ്ഞുപോയി, എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റും കിട്ടി. അതേപോലെ തന്നെ എൻ്റെ പാസ്പോർട്ട്, അന്നത്തെ കാലത്ത് എന്താ പറയുക എമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ്സിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഈ 2 ഡീറ്റെയിൽസും വെച്ചിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു സിഫിയിലേക്ക്, സത്യത്തിലേക്ക്, എനിക്ക് ഇങ്ങനെയുണ്ട് 2 എണ്ണം ഉണ്ട്, ഈ 2 എണ്ണം എനിക്ക് ഗ്രാജുവേറ്റ് ആണെന്നുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ആണ്, എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഫോർ ടൈം ബീങ് നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യും, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് 1 മാസത്തിനുള്ളിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ആദ്യം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ചൊവ്വാഴ്ച അന്ന് വൈകുന്നേരം തന്നെ വീണ്ടും പോയി. ബുധനാഴ്ച രാവിലെ എറണാകുളത്ത് വെച്ച് ജോയിൻ ചെയ്തു. അന്ന് വൈകുന്നേരം ഞാൻ തിരുവല്ലയിലേക്ക് പോവാണ്. തിരുവല്ലയിലാണ് എൻ്റെ ജോബ് പോസ്റ്റിംഗ് അവിടെ കിട്ടിയത്. അവിടെ രാത്രി എത്തി. പിറ്റേ ദിവസം രാവിലെ ഞാൻ അമ്മേനോട് വിളിച്ചു പറഞ്ഞു, അമ്മേ ഞാനിതാ ജോയിൻ ചെയ്തു. അന്നേരം പറഞ്ഞു, മോനെ സ്വാമി നിന്നെ രക്ഷിച്ചു, നിന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനാകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്, എങ്ങനെ കിട്ടിയത്? അതിന് അമ്മ പറഞ്ഞു, കള്ളം കട്ടുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യുന്ന ഇത് നല്ലൊരു കവറിലാണ് ഉണ്ടായിരുന്നത്, സർട്ടിഫിക്കറ്റ്സും മാർക്ക് ലിസ്റ്റ് ഒക്കെ വെച്ചത്. അത് മുഴുവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കൊണ്ടുപോയിട്ട് ഈ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇട്ടു. പിറ്റേ ദിവസം രാവിലെ ഈ മുനിസിപ്പാലിറ്റി ക്ലീനിങ് വരുന്നവര് വന്ന് നോക്കുമ്പോൾ നല്ലൊരു കവറിൽ നല്ലൊരു സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കണ്ടുതരാം അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു. മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവരത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സേവാദൾ പോകുന്നതിന്റെ ID കാർഡ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ആ ID കാർഡിൽ എൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. വീട്ടിലെ ഫോൺ നമ്പർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകന്റെയാണ് തോന്നുന്നുണ്ടോ, സർട്ടിഫിക്കറ്റ്സ് മുഴുവൻ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതെങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. സ്വാമിയുടെ മിറക്കിൾ അല്ലെങ്കിൽ സ്വാമിയെ എങ്ങനെ ഭക്തരെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്തുള്ള അവിടുത്തെ മുനിസിപ്പൽ ക്ലീനിങ് സ്റ്റാഫിനാണ് കിട്ടിയത്. എൻ്റെ അമ്മയുടെ അനുജത്തി ഭർത്താവും താമസിക്കുന്നത് ഒറ്റപ്പാലത്ത് തന്നെയാണ്. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പോയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റ്സും തിരിച്ചിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുകയും ചെയ്തു. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഒഴിവാക്കി തരും സ്വാമി ചെയ്തു.
സ്വാമി എനിക്ക് ചെയ്തു തന്നു. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാത്രമെന്നല്ല എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ സ്വാമി നമ്മളെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോയാലും സ്വാമിയാണ് കരുത്ത്. സ്വാമി നമുക്ക് എല്ലാ വിധത്തിലുള്ള എന്താ പറയണ്ട അനുഗ്രഹങ്ങളും നൽകും. ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് സ്വാമി വിജയ് സായി എന്ന് പേര് വിളിച്ചു തന്നിട്ട് ഞാനൊക്കെ ചിലപ്പോഴൊക്കെ നല്ല 8ന്റെ പണിയാന്നല്ലോ സ്വാമി തരുന്നതെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു പറഞ്ഞാല് സ്വാമിനെ നമ്മൾ വിടാണ്ട് പിടിക്കുക. ഞാൻ സ്വാമിനോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, സ്വാമി ഞാനത് വിട്ടുപോയാലും സ്വാമി എന്നെ വിടാണ്ട് പിടിക്കണേ, സ്വാമി എന്നെ സംരക്ഷിക്കണേ, എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണേ. എനിക്ക് വേറൊരു ലോകമൊന്നുമില്ല. എനിക്ക് ഇവിടെയുള്ള സമിതിയിലുള്ള ഒന്ന് ശോഭനിക്കൽ അറിയാം. എൻ്റെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ വീട്, സമിതി, എൻ്റെ ഓഫീസ്, അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരിക, മറ്റുള്ള ആക്ടിവിറ്റീസിൽ ചെയ്യുക, അതൊക്കെയാണ് ഉള്ളത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു അനുഭവങ്ങൾ. എൻ്റെ എന്താ പറയണ്ടേ ജീവിതത്തിലെ അപ്സ് ആൻഡ് ഡൗൺസ് എന്തുണ്ടാവുമ്പോൾ ഞാൻ ഭഗവാന്റെ പാദങ്ങൾ മുറുക്കി പിടിക്കുക. ഭഗവാനോടുള്ള ഇത് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ എപ്പോഴും ഭഗവാനെ ഞാൻ വിട്ടുപോയാലും ഭഗവാൻ എന്നെ വിടാണ്ട് പിടിക്കുക എന്നുള്ള. അവസാനം എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് അവസാനത്തെ ബോധം പോകുന്നവരെ സ്വാമി 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 എന്ന് മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൂടാണ്ട് എന്ന് പറഞ്ഞാല് സ്വാമി എൻ്റെ അവസാനത്തെ അമ്മന്റെ ശ്വാസം പോകുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു അടുത്ത്. സായി ഗായത്രിയൊക്കെ ചൊല്ലി അമ്മക്ക് എന്ന് പറഞ്ഞാല് ഞാൻ അന്നേരം വെള്ളം കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഗംഗ ജമുന ജൈവ ഗോദാവരി സരസ്വതി എന്നുള്ള ആ ശ്ലോകങ്ങൾ മുഴുവൻ ചൊല്ലിയിട്ട് അമ്മക്ക് വെള്ളം കൊടുത്തു. അമ്മേന്റെ ലാസ്റ്റിലത്തെ ഹാർട്ട് ബീറ്റ് പോകുമ്പോൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അമ്മ ഉണ്ടായിരുന്നു. ഇതൊക്കെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ സ്വാമി ആയിട്ട് എനിക്ക് തന്നതാണ്. ഇപ്പൊ 53 വയസ്സായി. അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ തന്നെ എന്താ പറയണ്ടേ സായി ഡിവോട്ടി ആവാനുള്ള ഒരു ഭാഗ്യം കിട്ടി. പിന്നെ സ്വാമി എന്നെ എനിക്ക് നാമകരണം ചെയ്തു വിജയ് സായിന്ന്. ചോറ് ആദ്യമായിട്ട് അന്നം വായിൽ വെച്ചെന്നത് സ്വാമിയാണ്. എഴുത്തിന് ഇരുത്തിയത് സ്വാമിയാണ്. എൻ്റെതും എൻ്റെ അനുജന്റെയും അതെ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും തമാശയായിട്ട് പറയും, സ്വാമി ഭയങ്കര എന്ത് കൊടുക്കും ഭയങ്കര അബണ്ടൻസ് ആയിട്ടാണ് കൊടുക്കുക, കൂടുതൽ കൊടുക്കും. അതുകൊണ്ട് അത്യാവശ്യം നല്ല തടിയുണ്ട് ഞാനുണ്ട്, എൻ്റെ അനുജനുമുണ്ട്. സ്വാമി അന്നം വായിൽ വെച്ചുകൊണ്ടായിരിക്കാം നല്ല രീതിയിൽ നല്ല തടിയും ഉണ്ട് ഞങ്ങള്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വേറെന്താണ് പറയേണ്ടത്? ശോഭന്റെ എനക്കൊന്ന് എൻ്റെ ഒരു അനുഭവങ്ങൾ പറഞ്ഞു എന്നുണ്ട് ഞാൻ. സൈലം വിജയ് സായി നന്നായി പറഞ്ഞു, നന്നായി അനുഭവങ്ങൾ പറഞ്ഞു. കുറെയൊക്കെ നമുക്ക് അറിയുന്ന വളരെ നല്ല അനുഭവങ്ങളല്ലേ. താങ്ക് യു സോ മച്ച് സർ. ശരി. ഞാന് പിന്നെ എനക്കൊന്ന് ഒരു ഭജന പാടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഭജനക്കാരനല്ല. ആയിട്ടില്ല, ഭജന ആയിട്ടില്ല. ഭഗവാന്റെ ഒരു പ്രസന്റേഷൻ അത് കഴിഞ്ഞിട്ട്. ఇప్పుడు నువ్వు ఒక పెద్ద బిల్డింగ్ కట్టుకున్నావు. You have built a big mansion. ఇది బెడ్రూమ్, This is the bedroom. ఇది బాత్రూమ్, This is the bathroom. ఇది స్టోర్ రూమ్, Storeroom. ఇది కిచెన్ రూమ్. This is the kitchen. ఇవన్నీ ఈ రకంగా పేర్లు వేరు వేరు పెట్టుకున్నావు. And you have categorized them as different rooms for ఎవరు purpose. పెట్టుకున్నటువంటిది? Who made them so? నీవు పెట్టుకున్నటువంటివి, They are of your own నీవు making. నిర్ణయించుకున్నటువంటివి. That's your decision. ఇది బాత్రూమ్ కు ఒక రూమ్ గోడ అడ్డం ఉంది. And there is a wall separating the bathroom from the rest. బెడ్రూమ్ కు ఒక గోడ అడ్డం ఉంది. There lies a wall there near bedroom. డ్రాయింగ్ రూమ్ కు ఒక గోడ అడ్డం ఉంది. So also the drawing room. డైనింగ్ హాల్ కు ఒక గోడ అడ్డం ఉంది. The dining hall also has ఈ a wall. గోడల వల్లనే ఇన్ని రూములుగా నువ్వు రూపొందింపజేసుకుంటున్నావు. Only the walls separate the building into different rooms. వాల్స్ అంతా కొట్టి వేసేసేస్తే ఒక్క విశాలమైన హాల్ గా తయారవుతుంది. If you remove walls, you will find a very big hall there. కనుకనే ఈ యొక్క పద్ధతులు నీవు సరైనటువంటి విచారం చేయకుండా ఈ వాల్ను పెంచుకుంటూ పోతున్నావు. You don't have proper inquiry and you go on building walls. ఈ రూములు కంతా వాల్సే ప్రధానమైనటువంటిగా తీసుకుంటున్నావు. And you go by these walls in the rooms కాదు thereafter. కాదు, No. విశాలత్వాన్ని పొందాలి. Have the spirit of large-heartedness. అది ఏ నిజమైనటువంటి యొక్క ఆత్మతత్వము. That is the nature of the self. అది ఏ అనంతమైనటువంటిది. That is infinite. అట్టి అనంతమైనటువంటి అమృతమైనటువంటి ఈ యొక్క ఆత్మతత్వాన్ని విశ్వసించగా You have forgotten that infinite nectarine, అల్పమైన immortal self. అల్పమైన స్వల్పమైన దేహాభిమానమును పెంచుకుంటున్నావు. And you have this body attachment which is so low, so mean కనుక and మనము little. అనేక జన్మల నుంచి ఈ దేహాభిమానాన్ని పెంచుకుంటూ వస్తున్నాం. In fact, you have got this body attachment over కానీ ఈ జన్మలో several lives in the past. క్రమక్రమేణా కొంత తగ్గించుకుంటూ పోవాలి. At least this lifetime, you cut short this body attachment. സായിരാം, വിജയ് സായി ഒരു ഭജന പാടിക്കോളൂ. ഞാനൊരു സിംഗർ അല്ല, പക്ഷെ എന്നാലും ഞാൻ ശ്രമിക്കാം. ഓക്കെ. സായി ഹൈ ജീവൻ ജീവൻ സത്യ സായി, സായി ഹൈ ജീവൻ
जीवन सत्य साई, साई मेरा जीवन सहारा, साई मेरा जीवन सहारा, साई है जीवन, जीवन सत्य साई। तेरे बिना साई सब है अंधेरा, तेरे बिना साई सब है अंधेरा, पार करो मेरे जीवन नैया, पार करो मेरे जीवन नैया, शरण लगा लो मुझे साई कन्हैया, चरण लगा लो मुझे साई कन्हैया, साई है जीवन, जीवन सत्य साई, साई मेरा जीवन सहारा, साई है जीवन, जीवन सत्य साई। तेरे बिना साई सब है अंधेरा, पार करो मेरे जीवन नैया, शरण लगा लो मुझे साई कन्हैया, शरण लगा लो मुझे साई कन्हैया, साई है जीवन, जीवन सत्य साई. സായിരാം, ഭജന നന്നായി പാടി കേട്ടോ. നീ സിംഗറല്ല എന്ന് പറഞ്ഞാൽ വളരെ ഭാവഗംഭീരമായിട്ട് പാടി. സായിരാം. 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 സായി ഉപമ: ഒരു ശില്പി ഒരു കല്ല് കാണുമ്പോൾ അതിൽ അന്തർലീനമായി മറഞ്ഞു കിടക്കുന്ന സുന്ദരമായ ഈശ്വര രൂപത്തെ കാണുന്നു. ആ കല്ലിൽ നിന്നും ആ രൂപം കൊത്തിയെടുത്ത് പുറത്തു കൊണ്ടുവരുന്നത് വരെ ശില്പിക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല. ഒരു കല്ലിനെ കല്ലായി കാണാതിരിക്കുക, അടിസ്ഥാനപരമായി അതിൽ ലീനമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാണുക. ഈശ്വരൻ എല്ലായിടത്തും എല്ലാ വസ്തുക്കളിലും കുടികൊള്ളുന്നു എന്ന വസ്തുത ഓർമ്മിപ്പിക്കുകയാണ് ഒരു ശില്പം ചെയ്യുന്നത്. ജയ് സായിരാം. സായിരാം. വിജയസായിക്കും കുടുംബത്തിനും ഭഗവാൻ വേണ്ടുന്ന കൃപ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശാന്തി മന്ത്രം ജപിക്കുകയാണ്. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും